വന്ദേ മാതരത്തെ അപമാനിച്ചാൽ 3 വർഷം വരെ തടവ്. ദേശീയ ഗാനത്തിനൊപ്പം ദേശീയ ഗീതത്തിനും നിയമപരിരക്ഷ ഉറപ്പാക്കാൻ പുതിയ ബില്ല് പാർലമെന്റിലേക്ക്. ദേശീയതയ്ക്ക് കൂടുതൽ നിയമപരമായ കരുത്ത് പകരുന്ന നിർണായക നീക്കവുമായിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ചൊരുക്ക് നീർക്കാൻ, വന്ദേ മാതരത്തെ ഉപയോഗിച്ചാൽ ഇനി 3 വർഷം അഴിയെണ്ണാം എന്നതാണ് ഇവിടെ എടുത്തു പറയുന്ന ഈ ഒരു ബില്ല് കൊണ്ടുവരുന്നതിൽ നിന്നും തന്നെ വ്യക്തമാക്കുന്നത്. ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സമാനമായി തന്നെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും നിയമപരിരക്ഷ അല്ലെങ്കിൽ നിയമ സംരക്ഷണം നൽകുന്ന സുപ്രധാന ഭേദഗതി ബില്ലാകട്ടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിരിക്കുന്നത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ വന്ദേ മാതരത്തെ ബോധപൂർവം അപമാനിക്കുകയോ ആലാപനം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വ്യവസ്ഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ, അത്തരം ഒരു ഭേദഗതി ബില്ല് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ബിൽ 2026 എന്ന പേരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ ഇതിനോടകം തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട്. നിലവിൽ ദേശീയ പതാക, ഭരണഘടന, ദേശീയ ഗാനമായ ജനഗണമന എന്നിവയെ അപമാനിക്കുന്നവർക്കെതിരെയാണ് 1971 നിയമപ്രകാരം ശിക്ഷാ നടപടികൾ നിലവിലുള്ളത്. എന്നാൽ ചരിത്രപരമായി തന്നെ സ്വാതന്ത്ര്യ സമരവുമായി അഭേദ്യമായ ഒരു ബന്ധമുള്ള വന്ദേ മാതരത്തിന് ഇതുവരെ തന്നെ സമാനമായ നിയമപരിരക്ഷ ഉണ്ടായിരുന്നില്ല. ദേശീയ ചിഹ്നങ്ങൾക്കും ദേശീയ പൈതൃകത്തിനും കൂടുതൽ ബഹുമതിയും നിയമ സംരക്ഷണവും ഉറപ്പാക്കിയേക്കാവുന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാർ ഇത്തരം ഒരു നിർണായക നീക്കം ഇവിടെ നടത്തിയിരിക്കുന്നത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി തന്നെ ദേശീയത, ഭരണഘടനാ അവകാശങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകളും ശക്തമാകുമെന്നതാണ് വിലയിരുത്തൽ. അതുമാത്രമല്ല, 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലിയിൽ വെച്ചുകൊണ്ട് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നടത്തിയ പ്രസ്താവനയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ വന്ദേ മാതരം വഹിച്ച ചരിത്രപരമായ പങ്ക് കണക്കിലെടുത്തുകൊണ്ട് ഇതിനെ ജനഗണമനയ്ക്ക് തുല്യമായി തന്നെ ആദരിക്കണമെന്ന് വ്യക്തമാക്കിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ നിയമ നിർമ്മാണത്തിൽ കൂടുതൽ മുൻകരുതൽ എടുത്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങുന്നത്. കൂടാതെ തന്നെ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് സർക്കാർ ഈ നീക്കം നടത്തുന്നത്. പുതിയ ബില്ലിലെ നിർദ്ദേശങ്ങൾ പ്രകാരം വന്ദേ മാതരം പാടുന്നത് മനഃപൂർവ്വം തടയുന്നവർക്കോ അല്ലെങ്കിൽ അത് ആലപിക്കുന്ന ചടങ്ങുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവർക്കോ കനത്ത ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. ഇത്തരക്കാർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ലഭ്യമാക്കുന്ന കുറ്റമായി ഇത് മാറും. മാത്രമല്ല, ഇതേ കുറ്റം ആവർത്തിക്കുന്ന വ്യക്തികൾക്ക് ചുരുങ്ങിയത് 1 വർഷത്തെ തടവ് ശിക്ഷ നിർബന്ധമായും ലഭിക്കും എന്നതാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും സിവിൽ ബഹുമതികൾ നൽകുന്ന പരിപാടികളിലും ജനഗണമന അത് ആലപിക്കുന്നതിന് മുൻപേ തന്നെ വന്ദേ മാതരം പൂർണ്ണമായി അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണ രൂപത്തിൽ നിർബന്ധമായും ആലപിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം ഇതിനോടകം തന്നെ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വന്ദേ മാതരത്തിന്റെ 6 ചരണങ്ങളും ഉൾപ്പെടെയുള്ള 3.10 മിനിറ്റ് ദൈർഘ്യമുള്ള പൂർണ്ണ രൂപം തന്നെ പാടണമെന്നതാണ് നിർദ്ദേശം. 1937 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആകട്ടെ ചില വിഭാഗങ്ങളുടെ എതിർപ്പ് കണക്കിലെടുത്തുകൊണ്ട് വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രമായി തന്നെ ചുരുക്കിയത് ചരിത്രപരമായ വിവേചനത്തിന് കാരണമായതായി തന്നെ മുൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ബില്ല് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് വഴി തുറക്കും എന്നതാണിപ്പോൾ സൂചനയായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.